ഈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയും അല്ല, വിളവെടുപ്പും അല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, നാട്ടുപോക്കുണ്ട്. നോമ്പൊക്കെ അല്ലേ, എൻ്റെ ഉമ്മാൻ്റെ അടുത്തൊന്ന് പോകണം, ഉമ്മാൻ്റെ അടുത്ത് പോകണം, പിന്നെ എൻ്റെ മോളെടുത്തും പോകണം, മൂത്തോള് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ്റെ ഭാര്യേൻ്റെ അടുത്ത് പോകണം. ഒക്കെ സർപ്രൈസ്, ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പണികളൊക്കെ തീർത്ത്, എനിക്കവിടെ പോകണമെങ്കിൽ 100 കൂട്ടം പണികളല്ലേ, മൊത്തം നനക്കണം, അടിച്ചു വരണം, തുടക്കണം ഒക്കെ കഴിഞ്ഞു. വാതിൽ കുറ്റിയിട്ട് ഞാൻ പോവുക. എവിടെ പോകുന്നവരും സർപ്രൈസ് കൊടുക്കുന്നതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങ് കാണാൻ നവീൻ ഞങ്ങൾ ഒരുങ്ങി പോവാൻ ഇറങ്ങിയാൽ എന്തൊക്കെ കാഴ്ചകളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. നിങ്ങൾ കൃഷി മാത്രമല്ലേ കണ്ടുള്ളൂ, എൻ്റെ വീട്, ഞാൻ ജനിച്ച് വളർന്ന വീട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അങ്ങനെ പനമരം എത്താനായി. ഞങ്ങൾക്ക് കുറഞ്ഞ ദൂരെ പനമരത്തേക്കുള്ളൂ. ഞങ്ങളുണ്ടല്ലോ മഴക്ക് കാത്തുനിന്ന് എല്ലായിടത്തും മഴ എന്ന് പറഞ്ഞ് ഓരോരുത്തരും സ്റ്റാറ്റസ് വെക്കൂ. ഞങ്ങളത് കണ്ട് കൊതിക്കുക. ഇന്നിപ്പതാ ഞങ്ങൾ പുറത്തിറങ്ങി വെക്കുമ്പോൾ മഴ പെയ്യുന്നു, ഒരുങ്ങുന്നു, തുള്ളി ഇട്ടു. ഇതുപോലെ ഞാൻ കണ്ടില്ലേ, എത്രയോ ആയി കണ്ടിട്ട്. ഇതാ പനമരം എത്താനായി, മഴ പെയ്യുന്നു. പനമരം പാലം എന്തൊരു ഭംഗിയുള്ള പാല, ചെറുതാണെങ്കിലും അടിപൊളി പാല. ടൗണ് തുടങ്ങി പനമരം. പണ്ട് ഇവിടുന്നായിരുന്നു സ്കൂളിലേക്കൊക്കെ ബസ്സിന് പോയോണ്ടിരുന്നത്, ജീപ്പായിരുന്നു പണ്ട്. ഒരു കാലഘട്ടം. ഇപ്പം എന്തെല്ലാം സൗകര്യമായി. ബസ് സ്റ്റാൻഡ് തന്നെ മാറ്റി, ബസ് സ്റ്റാൻഡിൽ ഇപ്പം ഇരിപ്പിടം സൗകര്യമായി. അന്ന് ഞങ്ങൾ കുപ്പര നിന്നിട്ടേനി. ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. ഇതാണ് സ്റ്റാൻഡ്. കണ്ടപ്പോ നടുക്ക് ഇരിപ്പിടൊക്കെ അന്നാ ഒന്നും ഇല്ലായിരുന്നു. ഇല്ല, മഴ അങ്ങ് വന്നു. നോക്ക്, ഞങ്ങളിന്നോട്ട് ക്യാമറ നോക്കി പോരത്തെ സ്ഥിതി എന്താന്നുള്ളത്. ഞങ്ങളെ വീട്ടിലൊരു തുള്ളി മഴ പെയ്തിയില്ല. നോക്ക്, ഒരു തുള്ളി മഴ വീട്ടിലില്ല. ഞങ്ങൾ ക്യാമറയിൽ നോക്കി, ഇവിടെ നല്ല മഴ. ഇത് നല്ല മഴ, വണ്ടി ഓടിക്കാൻ പ്രയാസം കേട്ടോ. അക്കോലത്തിൽ മഴ, വീട്ടിലാണെ മഴയില്ല. നമുക്ക് എന്താ മഴ. ഏതായാലും നമുക്ക് കുളിർ മഴ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോവാം. കൽപ്പറ്റ എത്തി. ഇതാ ട്രാഫിക്. ഇവിടെ എത്തുമ്പോൾ മഴയില്ല കേട്ടോ. മഴയത്ത് ഞങ്ങൾ പോന്നു. കൽപ്പറ്റ എത്തുമ്പോൾ മഴയില്ല. ഇവിടെ പെയ്തിട്ട് തന്നെയല്ല. കൽപ്പറ്റയിൽ ഞങ്ങൾ ബൈപ്പാസ് വഴിയാ പോണ് കേട്ടോ. ഭയങ്കര തിരക്കാ, കാറൊക്കെ ഇതിൽ കൂടെ പോകുന്നു. ഇപ്പം ഇവിടെ മഴ പെയ്യാനും തുടങ്ങി. ഇടയ്ക്ക് മഴ അല്ല, പിന്നെ മഴ. ഇതാ റോഡൊക്കെ എന്താ ബൈപ്പാസ് വഴി. അക്കാണുന്ന വീടുകളാട്ടോ മുണ്ടക്കൈ ഉരുൾപൊട്ടലുകാർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് ബൈപ്പാസിൽ. ഇനി നിങ്ങൾ കാണുന്നതേ മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയിട്ട് അവർക്ക് വീട് നഷ്ടപ്പെട്ടിരുന്നല്ലോ. അപ്പൊ സർക്കാർ ഉണ്ടാക്കുന്ന വീടാണിത്, ബൈപ്പാസിൽ. വീടുകൾ കാണുന്നുണ്ടോ അറിയില്ല. അതാ കേറി നിൽക്കന്നാലേ കാണുള്ളൂ. ഇതാണ് വീട്, നല്ല അടിപൊളി. ഇതാ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ, താക്കോൽ കൈമാറൽ കഴിഞ്ഞോ? അതിന്റെ ഒരുക്കങ്ങളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതാ അതിന്റെ പന്തലൊക്കെ ഒരുക്കുന്നു. ബൈപ്പാസ് കഴിഞ്ഞു. ഇതാ ഹൈവേയിലേക്ക് ഞങ്ങൾ കയറാൻ പോകുന്നു. കോഴിക്കോട് നേരെ കോഴിക്കോടേക്ക്. ബൈപ്പാസിലൂടെ പോയാൽ കുറെ തിരക്കൊഴിയും. ഇതാണ് ഹൈവേയിലേക്ക് കയറുന്ന ഭാഗം. അങ്ങനെ പോന്ന് ഞങ്ങൾ ചുരത്തിൻ്റെ അടുത്ത് എത്തി. ഇതാ വയനാട് ജില്ലയിൽ നിന്ന് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. താങ്ക് യു, വിസിറ്റ് അഗൈൻ. അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എന്തോ ഉണ്ടല്ലോ.
ഒന്ന് പൊട്ടിയിരുന്ന് ചുരം കഴിഞ്ഞു. അടിവാരം ഇടയ്ക്കൊരു ബ്ലോക്ക് ചെറുതൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് ചുരം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ അടിവാരത്ത് നിന്ന് തിരിച്ചു നോളജ് സിറ്റി വഴിയാ പോണ്. നല്ല റോഡുമാണ്, തിരക്കുണ്ടാവില്ല. നോളജ് സിറ്റി ഇപ്പം കാണും ഞങ്ങൾ തിരിയുമ്പോൾ. പക്ഷെ ഉള്ളിലൊന്നും കയറുന്നില്ല, പോകുമ്പോൾ അങ്ങനെ സൈഡ് കാണാമെന്ന് മാത്രം. ഇതാണ് മർക്കസ് നോളജ് സിറ്റി. അടിപൊളി. എന്തൊരു ഭംഗിയാ മക്കളെ കാണാൻ. ഇത് അങ്ങൊക്കെ ഉണ്ട്, അതൊന്നും എടുക്കാൻ കഴിയില്ല. അങ്ങനെ പോവുക. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, എന്താ മനസ്സിലായില്ല. ഒക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാ. എൻട്രൻസ് എവിടാ? ഇവിടെ ഉണ്ട്. എന്താ ഞങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നു. റോഡല്ല സൂപ്പറാണ്. വന്ന് ഞങ്ങൾ അഗസ്ത്യമൊഴി പാലെത്തി. പാലം കടന്ന അഗസ്ത്യമൊഴി. ഇനി ഞങ്ങൾക്ക് ക്യാമ്പ് സിറ്റിക്ക് കുറഞ്ഞ ദൂരമുള്ളൂ. ഞങ്ങൾ ക്യാമ്പ് സിറ്റി കോളേജിന്റെ റോഡില്ലേ, ഞാൻ തിരിക്കൂടാ. നേരെ വന്നത് ക്യാമ്പ് സിറ്റി മെഡിക്കൽ കോളേജിലാണ്. മോനെ കൂട്ടിയിട്ട് വേണം പോവാൻ. ഇതാണ് സിറ്റി മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മുക്കത്തുള്ള. എൻ്റെ കുടുംബത്തിലെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഇവിടെ മഴേൻ്റെ ഒരു ഒരുക്കട്ടോ. ഞങ്ങൾ എത്ര സ്ഥലത്തുനിന്ന് മഴ കിട്ടി. ഇവിടത്തെ വലിയ ഇതിപ്പോൾ രണ്ടാമത് തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ എത്തുന്നിടത്തൊക്കെ മഴേൻ്റെ ഒരു ഒരുക്കം വരുന്നുണ്ട് കേട്ടോ. ബർക്കത്തുണ്ട്. ഏതായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, സർപ്രൈസ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ വാങ്ങി കഴിഞ്ഞ് നോക്കുമ്പോൾ ബാങ്ക് കൊടുക്കാനായി. ഞങ്ങൾ സ്റ്റാർ ഹോട്ടലിൽ, മുക്കത്തുള്ള സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് 4 ആൾക്കും കൂടെ ഉള്ളത്. ഇപ്പോൾ സമയമായി ബാങ്ക് കൊടുക്കാനായി. പോട്ടെ കേട്ടോ, അവരുടെ സാധനങ്ങൾ എന്തൊക്കെയുള്ളതൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ സമയമാവാൻ ഞങ്ങൾ ഇരുന്നു. എന്തൊക്കെ ഉണ്ട് നോക്ക്. 4 ആൾക്കല്ലേ ബുക്ക് ചെയ്തതാ. എന്തൊക്കെ ഇപ്പം ഇതുള്ളത്? സമൂസ ഉണ്ട്, പൊട്ടിക്കണം ബാങ്ക് കൊടുത്താലും പൊട്ടി. 2 തരം ജ്യൂസ് ഉണ്ട്. ഇത് തരിയാൻ തോന്നുന്നുണ്ട് അല്ലേ? ഇത് തരി. കുപ്പി വെള്ളം. ഈത്തപ്പഴല്ലേ? ഈത്തപ്പഴം ഉണ്ട് അല്ലേ? ഇവിടെ നേരത്തെ ബുക്ക് ചെയ്യണം, ആളെ പേര് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ പേരും ആളെ ഒക്കെ പറഞ്ഞവിടെ വന്നവൻ തന്നെ പേരെന്താ ചോദിച്ചപ്പോൾ ഞങ്ങൾ 4 എണ്ണം അതിനനുസരിച്ച് വെച്ചിരുന്നു. അങ്ങോട്ടൊക്കെ ഉണ്ട്, നിറഞ്ഞ് ഹോട്ടൽ നിറഞ്ഞ്. മുകളിലും ഉണ്ട്, താഴെ ഉണ്ട്. അടിപൊളിയാട്ടോ. മുക്കം നോമ്പ് തുറന്ന് ചെറുകടി അങ്ങനെയുള്ള ചെറിയ കടികൾ വരെ നോമ്പ് തുറന്ന്. ഇനി കഴിക്കാനുള്ള പത്തിരി ഉണ്ട്. ഇതെന്ത് കറിയാ അറിയില്ല. നെയ്ച്ചോറുണ്ട്, ചിക്കൻ ഉണ്ട്, അച്ചാറ്. കഴിക്കട്ടെ. എൻ്റെ ഉമ്മാക്കുള്ള കൊടുക്കൊണ്ട് വന്നതാ ഇത്. ഉമ്മ വയനാട്ടിൽ ഇക്കൊല്ലം വന്നില്ല അല്ലേ നോമ്പിന്. ഇപ്രാവശ്യം ഇഷ്ടായോ? ഇഷ്ടായി. ഇതാ ഉഷാറായി. ഭീഷ്മ ഒരിയില്ല. ഇഷ്ടം പോലെ കിട്ടി. ഇഷ്ടം പോലെ കിട്ടി. ഇനി പെരുന്നാളായാ മതി. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം എന്തൊക്കെയല്ലേ. നിങ്ങൾ നോക്കി നോക്കാലോ. ഇത് നിങ്ങൾക്ക് ഓരോ സാധനം അനൂസിന്റെ വകയാ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടുണോ? നോക്കി നോക്കി. ഇത് പെരുന്നാളിന് തല നിർത്താൻ കേട്ടോ. കുളിച്ചിട്ട് തലയിലിട്ടാന്. ഇഷ്ടപ്പെട്ട നൈറ്റ് ഇട്ടോളുണ്ട് കേട്ടോ. ഏത് കളറാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ടോളുക. ഇനി നോമ്പ് ഇറക്കാൻ ഈത്തപ്പഴം മറ്റേ അവിടെ പോയി. അണ്ടിപ്പരിപ്പ് തിന്നോ? എന്ന് തിന്നലുണ്ടോ? എന്നാലും അണ്ടിപ്പരിപ്പ് കവറിലാക്കി വെച്ചിട്ടോ. ആയിക്കോട്ടെ. സോപ്പും ഇതാട്ടോ. ദിവസം അതുകൊണ്ട് കുളിച്ചോളണ്ടി. അനൂസിന്റെ വക സോപ്പ്.
ഇനി എന്തേ നിമ്മക്ക് എന്തൊക്കെയോ ഒരുക്കീനി നമുക്ക് തരാന്. എന്താ ഇതൊക്കെ അളവിലെടുത്ത് വെക്കണം കേട്ടോ, പൂത്തു പോകും അല്ലെങ്കിൽ. ഞാൻ തിന്നു അതിനകത്തേക്ക് ഞാൻ അങ്ങനെ കൊണ്ടുപോയിക്കോളാം. ആയിക്കോട്ടെ. നല്ല മാണ്ട് ജീവന്റെ കാക്കങ്ങോട്ട് കഴിഞ്ഞു. ഇത് പിന്നെ എന്തായാലും ഇല്ല. ഇനി അതും തിന്നോളുണ്ട് നാല. അങ്ങനെ ഞങ്ങൾ ഉമ്മാന്റെ അടുത്ത് പോയി, അതും കഴിഞ്ഞു. പിന്നെ ഏതാ മൂത്ത മോളെ എടുത്ത്. മൂത്ത മോള് എന്ന് പറഞ്ഞാൽ അറിയാലോ, എൻ്റെ മൂത്ത മോൻ്റെ ആര് വൈഫ്. അങ്ങനെ ഇവിടെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ പോവുക, വയനാട്ടിലേക്ക് തന്നെ കയറുക. ഇവിടെ എന്താ പറഞ്ഞെടുക്കണ്ട, ഇതിന് മുമ്പേ പറഞ്ഞിരുന്നു അല്ലേ, കുരുവിന്റെ ഉമ്മ. അതൊക്കെ അറിയാം, ഞാൻ കാണിച്ചതാ. ഇനി ഞങ്ങൾ നേരെ വയനാട്ടിലേക്ക് തിരിക്കുക. അപ്പം എല്ലാം ഞാൻ കാണിച്ചു തന്നില്ലേ, എൻ്റെ വീടും ഉമ്മാനെയും മൂത്ത മോളെയും ഒക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് രാത്രി 12 മണിയായി. ഞങ്ങൾ ചുരത്തിലാ, 9ാം വളവും കഴിഞ്ഞ് ഗേറ്റിൻ്റെ എത്താനായി. ഇതാണ് ചുരത്തിൻ്റെ മേലുള്ള കാഴ്ച. ഗേറ്റ് എത്താനായി, ചുരം കഴിഞ്ഞു, ഗേറ്റ് ഇപ്പം എത്തും. അങ്ങനെ ഞങ്ങള് വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു. ഇതാ ഗേറ്റ്. രാത്രി ഗേറ്റ് അങ്ങനെ കാണൂല. അതാ പോന്ന് ഞങ്ങളെ വീടിൻ്റെ അടുത്തെത്തി. 5ാം മൈൽ കഴിഞ്ഞ് എവിടെയും വെളിച്ചൊന്നും കാണുന്നില്ല. അപ്പം കറണ്ട് പോയിന്ന് തോന്നുന്നു. ഇവിടെ മഴ പെയ്ത അടയാളം കാണുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും പാടുന്നു പോടുന്നൊക്കെ മഴ പെയ്ത് കണ്ടിരുന്നു. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞു. വീടിൻ്റെ അടുത്ത് എത്താനായി. ഇനി ഏതായാലും പൊലച്ചോറ് തിന്നാൻ കിടക്കാം. അൽഹംദുലില്ലാഹ്, വീട്ടിലെത്തി. ഗേറ്റ് തുറക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഒരു പ്രശ്നവുമില്ലാതെ വീട്ടിലെത്തി. ഇവിടെ കുറച്ചൊന്ന് മഴ ചാറിയും തോന്നുന്നു. സമയം അറിഞ്ഞാൽ ഞെട്ടു. 1 മണിയും കഴിഞ്ഞു, 1:30 ആവാനായി. ഉറക്ക് വന്നിട്ട് മോനെ ഉറങ്ങിപ്പോവും. ഡ്രൈവ് ചെയ്യുന്നല്ലേ, എന്നിട്ട് വർത്താനം പറഞ്ഞോണ്ട് പോന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.